അപ്പൊ ആരംഭത്തിൽ തീക്ഷണയോടെ നിന്നവർ പിന്നീട് ക്ഷീണിച്ചപ്പോ ഇവർക്ക് തോന്നി വിട്ടുപോകുന്നത് അബദ്ധമായോ. ഇങ്ങനെ ക്ഷീണിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് തളർന്ന് കുഴഞ്ഞ ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. ഇതിലെ പ്രതിപാദ്യ വിഷയമെന്ന് നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം, ഉപേക്ഷിച്ചതിനേക്കാൾ പരമപ്രധാനമായ സ്ഥാനത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടാ നിങ്ങൾ വന്നിരിക്കുന്നത്? 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചോ. എങ്ങോട്ടാ വരേണ്ടത്? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ അറിവുള്ള വാക്യമായി കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി അവനെ നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. ധൈര്യത്തോടിഞ്ഞു വാ. ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. എവിടാ വന്നിരിക്കുന്നത്? ആ 12-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിച്ചു. അറിവുള്ള വാക്യമാ. എവിടാ വന്നിരിക്കുന്നത്? വന്നിരിക്കുന്നതിലത്തെ പറ്റി തിട്ടം വേണ്ടായോ? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും പിന്നെ സ്വർഗ്ഗത്തിൽ പേരെടുത്തിരിക്കുന്ന ആദിയാന്മാരുടെ സഭയ്ക്കും പിന്നെ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമസ്ഥനാകുന്ന യേശുവിനും പിന്നെ അവന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ക്ഷീണിച്ചു പോകരുതെന്ന്. നീ വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വർദ്ധിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നീ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിന്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുവിന്റെ അടുക്കല ഒറ്റ മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഒന്നല്ലാതെ ഒന്നേകാൽ മധ്യസ്ഥൻ ഇല്ല. മനുഷ്യനെ ആരെയും പിടിച്ച് മധ്യസ്ഥനാകരുത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുത്ത നസറായനാകുന്ന യേശു ക്രിസ്തു. ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ, ഏക പരിശുദ്ധൻ. സ്തോത്രം. അവിടാ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇരിപ്പ് കണ്ടിട്ട് വലിയ കല്ലുവെട്ടാൻകുടി വീണതുപോലെ. പക്ഷെ ഇതുപോലൊരു ചതി വരും. നീ എന്റെ ഭാഷ പറഞ്ഞ ഇവിടെ നിന്ന് പറന്നേച്ചേ പോകാവൂ. വന്നു കയറിയ സ്ഥലം ഏതാണെന്ന് അറിയാമോ? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന്റെ അടുക്കലാണ്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അറിവില്ലാതിരിക്കരുതെന്ന്. ഇത് അറിഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ യോഗ്യതയില്ലകതി എനിക്കൽപ്പവും ഓർക്കിൽ, യോഗ്യതയില്ലകതി എനിക്കൽപ്പവും ഓർക്കിൽ. ഓ ഭാഗ്യമച്ചാൽ പാപിക ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി. ഭാഗ്യമച്ചാൽ പാപിക ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവ ലോകത്തിൻ ശാപം, സർവ തിരുസഭയെ നിന്നത്താൽ വാങ്ങുകയെന്നോ, നിന്നത്താൽ വാങ്ങുകയെന്നോ. തിരുസഭയെ നിന്നത്താൽ വാങ്ങുകയെന്നോ, നിന്നത്താൽ വാങ്ങുകയെന്നോ. തിരുഹിതത്തിൽ നിർണയങ്ങൾ ജീവിതമെന്നോ, തിരുഹൃതത്തിൽ നിർണയങ്ങൾ ജീവിതമെന്നോ. തിരുഹൃദയം ഏഴകൾക്കായി തകരുകയെന്നോ, ദൈവം കൈവിടുകെന്നോ, ദൈവം കൈവിടുകെന്നോ.
തിരുഹൃദയം ഏഴകൾക്കായി തകരുകയെന്നോ, ദൈവം കൈവിടുകെന്നോ, ദൈവം കൈവിടുകെന്നോ. മകാത്ഭുതമേ കാൽവരിയിൽ, മകാത്ഭുതമേ മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ വന്നു കയറിയിരിക്കുന്ന സ്ഥലം വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. ഞാന് പെന്തിക്കോസി വന്നിട്ട് ഏതാണ്ട് 10-33 കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇപ്പോഴും സങ്കടമാ നേരത്തെ വരാനൊക്കാഞ്ഞതില്. ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ആമേ ചികിത്സകൾ ചെയ്തു, ഭേദം വന്നില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഭേദമൊന്നും വന്നില്ല. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു യോഗത്തിൽ സംബന്ധിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. അങ്ങനെയായി രക്ഷകനാകുന്ന യേശുവിനെ കണ്ടത്. ഇപ്പോൾ 10-33 കൊല്ലമൊക്കെ കഴിഞ്ഞു. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇന്നും സങ്കടമാ നേരത്തെ വരാനൊക്കാഞ്ഞതില്. സ്തോത്രം. എവിടെയും പെന്തിക്കോസാന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നയാളാണ്. എന്നോട് ചെല്ലി വയ്ക്കും പെന്തിക്കോസ. പിന്നെ പെന്തിക്കോസ അതിനെന്നെ പെന്തിക്കോസ. ഇന്നാളൊരു ചോദിച്ചു, നിങ്ങൾ പെന്തിക്കുസ്തായാന്ന്. ഞാൻ കുസ്തായും കുസ്തിയും ഒന്നുമല്ല, പെന്തക്കോസ്ത കുസ്ത. ആദ്യം ചോവിനെ പറയാൻ പഠിക്കും. വേറൊരു നാളെ ചോദിച്ചു, ബന്ദിക്കോസാന്നോ? ഇല്ല, വേഗാത്ത കോസ. ബന്ദിക്കോസ്. എടാ, പെന്തക്കോസ്ത എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളണം. ആ അണ്ടേ. പിന്നെ ഈ ഉമ്മ ഉണ്ടയിട്ട് നടക്കാതെ കുട്ടനാടൻ ഭാഷ ഉണ്ടയിടുകന്ന്. ആ അതാ ഉണ്ടയിടുകയെന്നാ പറഞ്ഞത്. അല്ല, തൻ്റെ ഇടത്തോടെ നിൽക്കണ്ടേ. പെന്തിക്കോസാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് പെന്തിക്കോസാന്ന് പറയുന്നത്. ആ എവിടെയും അത് ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. സ്തോത്രം, സ്തോത്രം. അവസരം കിട്ടുന്നിടത്തല്ലേ ഇതാ പെന്തിക്കോസിന്റെ ഉപദേശവും പറയും. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുക അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കല്ലേലും ഒന്നും വിഷയം അല്ലല്ലോ. ഓ, ഇവിടെ അല്ല പ്രതിഫലം, അവിടെ. ഇവിടൊന്നുമല്ല, ഇവിടെ അല്ല, അവിടെ. നീ തന്റെ കിടത്തോടെ നിൽക്കണം. ഞാൻ പെന്തിക്കോസാന്ന് പറയണം. ആ അഭിമാനം കൊള്ളണം. ദൈവപൈതലായതിൽ, രക്ഷിക്കപ്പെട്ടതിൽ, യേശുവിനെ അറിഞ്ഞതിൽ. ദൈവത്തെ ചിലവഴിക്കാം. അമ്മാമ്മ പെന്തിക്കോസാന്നോ? ഇല്ല, ഇങ്ങനെ അല്ല. എന്നാളവിടെ ഞങ്ങൾ ഇടയ്ക്ക് അല്ല അവിടെ. ഓ, ഞങ്ങളിങ്ങനെ എല്ലായിടത്തും. പിന്നെ ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ അല്പം, ഇവിടെ അല്പം. 2 തോണി കാല് വെച്ചാൽ നീ അവസാനം വെള്ളത്തിൽ വീഴും. ബാല് ദൈവമാനെ അവനെ സേവിക്കണം. അല്ല, യഹോവ ദൈവമാണെന്ന് ഉറപ്പും ധൈര്യമുണ്ടെങ്കിൽ യഹോവയെ തന്നെ ഭജിക്കണം. നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കണ്ടേ. ദൈവത്തിന് മഹത്വം. നഷ്ടവും നഷ്ടമൊക്കെ വരും, അപമാനമൊക്കെ വരും. അതൊക്കെ സഹിച്ചങ്ങോട്ട് നിൽക്കണം. സഹിച്ചു നിൽക്കുമ്പോൾ അങ്ങനെയല്ല. അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം കൂടി ഇങ്ങനെ നമ്മളെ നോക്കി വെച്ചൊരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ഇരിക്കുന്നവരെ അവിടെ ഉണ്ടല്ലോ ആൾക്കാർ. അപ്പൊ അവര് അവിടെ നിന്ന് നമ്മളെ നോക്കും. അപ്പോൾ ചോദിക്കും, ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തികിരി
ജീവിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൽ ഫലമ വിശുദ്ധ കൂട്ടരത്ത്. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൽ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. അവിടെ ഇതെല്ലാം കിട്ടുന്നത്. നീ ദൈവത്തിലാകുന്നതിൽ സന്തോഷിക്കണം, ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവർ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ കിടത്തും സ്ഥലത്തുമാ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ക്രിസ്ത്യാനികളോട് പറയാ, മടിക്കരുത്, ക്ഷീണിക്കരുത്, പിന്മാറരുത്, തളർന്നു പോകരുത്. മെച്ചപ്പെട്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ധൈര്യത്തോടെ വാ. അതാണല്ലോ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ച കർത്തൃദാസനെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലിൽ കൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീക്കമാർ ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ എടുത്തു ചെല്ലുക. അപ്പോൾ ആ 19 മുതൽ 21 വരെ പറയുമ്പോൾ 21 പറയാ, അടുത്തു വരാൻ ആഹ്വാനം കൊടുക്കുമ്പോൾ അർത്ഥം എന്നാ? ദൂരത്ത് നിൽക്കുക. നേരത്തെ അടുത്ത് നിന്നവരാ. ഇവർക്കകത്തൊരു ചിന്ത, ഊരിയത് അബദ്ധമായോ, പഠിച്ചതെല്ലാം മണ്ടത്തരമായോ, കൈ ഒട്ടി തുള്ളുന്നത് മണ്ടത്തരമായോ, സ്റ്റാൻഡേർഡ് വേണ്ടായോ. പണ്ടിങ്ങനെ നിർത്താൻ ചെയ്യും. ഇപ്പം പാസ്റ്റർമാരായാലും ഞാൻ എന്നെ കൂടെ പ്രതിയാ. പണ്ടൊക്കെ നല്ല കൺവെൻഷന്, ഇപ്പം കൺവെൻഷൻ നിങ്ങൾ തന്നെ പാസ്റ്റർമാരൊക്കെ ആയിരുന്നു പണ്ടെല്ലാവരുടെ കൈ അടിച്ചേ. ഇപ്പം ഞാൻ എന്നെയും കൂടെ പ്രതി. ഏത് പാസ്റ്റാ കൈ അടിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ സായിബാബായിരിക്കും പോലെ ആയിരിക്കുന്നത്. ഇതിവിടെ നടക്കത്തില്ല. ഈ തലയാട്ടതാ. പണ്ടേ ഷീമാട്ടി ചെല്ലുമ്പോ, ഷീമാട്ടി റെഡിയാറുടെ ഷീമാട്ടി കണ്ടിട്ടില്ലേ? പിന്നെ ആലപ്പുഴ റെഡിയാറ് ഷീമാട്ടി ചെല്ലുമ്പോ കണ്ടിട്ടുണ്ട്. ആ മേശയുടെ പുറത്ത് ഒരു ബൊമ്മ ഇരിക്കും, നല്ല വയറുമൊക്കെ ഉണ്ട്, ഏതാണ്ട് എന്നെ പോലെ. ആ സ്പ്രിങ് ആണ് തോന്നുന്നത്. ഈ തല മാത്രം ഇങ്ങനെ കിടന്നാണ്. ഇങ്ങോട്ടൊരനക്കോ ഇല്ല. നീ യോഗത്തിന് വന്ന് ബൊമ്മ ഇരിക്കും പോലെ ഇരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ പറയാൻ ചത്തിട്ടില്ലെന്ന്. ഇതാണോ ആരാധന? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറഞ്ഞു. നിങ്ങൾ പിണങ്ങരുത്. ഇപ്പൊ പാട്ടല്ല, ഇവർക്ക് ഇങ്ങനെയുള്ള പാട്ടുകാർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുക. അതെ, അവർ പാടിക്കോളും, നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. അതില്ലേ അവരും ചെല്ലി പറഞ്ഞ് ഇവിടെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, അഥവാ പറഞ്ഞെങ്കിൽ ഇനി അങ്ങനെ പറയുകയും ചെയ്യരുത്, നിങ്ങൾ പറയരുത്, മാത്യൂസ് പറയരുതെന്ന് എനിക്കറിയാം. ചെല്ലി പറയുന്നില്ലേ, ഇപ്പോൾ ബ്ലസ്സി വന്ന് നിങ്ങൾക്കായിട്ടൊരു പാട്ട് നമുക്കിട്ടാന്നോ പാടുന്നേ? എടാ, കർത്താവിന് വേണ്ടിയല്ലേ പാടുന്നേ? അങ്ങനെ മിക്കടത്തും അങ്ങനെ നമ്മളെല്ലാം കർത്താവിനാ പാടുന്നേ. ഇപ്പോൾ ഡാനി വന്ന് നിങ്ങൾക്കായിട്ട് ഉണ്ടെങ്കിൽ അവൻ്റെ ആ നിപ്പും. ഏതായാലും ഈ കൊച്ചെ മാനമര്യാദയ്ക്ക് ആ വസ്ത്രം ഇനി വന്നേ, എഴുന്നേറ്റേ മോളെ, ഇങ്ങോട്ട് വന്നേ, ഇനി വന്നേ, ഇല്ലേ വാ. ആ മതി, അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. കുഴപ്പമില്ല. അവിടെ പോയിരുന്നു. തലേ തുണി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ചില ഒന്നും പറയരുതെന്നാ പുള്ളി പറഞ്ഞ പോലെ ഞാൻ അടങ്ങുക. ഞാൻ സംഗീത ശുശ്രൂഷ, കായിക, എന്തുവാ കായിക, മുടിയെല്ലാം ഇങ്ങനെ അങ്ങോട്ട് പറത്തി വടയക്ഷി വരും പോലെ. ഇതൊരു മഹനീയ ശുശ്രൂഷയാ കുഞ്ഞുങ്ങളെ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. യോഗ്യമായിരിക്കണം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. ഇവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ റൂട്ട് മാറ്റി വിടുന്നേ, പുള്ളി ഇനി എന്നാ പറഞ്ഞ്
എല്ലാം പറഞ്ഞു ഒപ്പിക്കുമോ, ആകെ ഞങ്ങളും ജയിക്കുന്നത് ആകെ സ്വന്തരമാകുമല്ലോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. പിന്നെ ഇതൊക്കെ എനിക്ക് ഞാൻ കുറെ 10-30 കൊല്ലമായില്ലോ ശാസ്ത്രം ചോദിക്കാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം ആട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആകട്ടെ. ഇതൊരു ശുശ്രൂഷയാണ്. അപ്പൊ അകന്നു നിൽക്കുക ഇവര്. അതെന്തിനാ അകന്നു പോയത്? ഇവര് ക്ഷീണിച്ചു മടുത്തു. അകന്നു പോയവർ, അകന്നു നിൽക്കുന്നവർ, ദൂരെ നിൽക്കുന്നവർ അങ്ങനെ അങ്ങ് പോട്ടെന്നല്ല ആണ് ദൈവത്തിന്റെ തിരികുതം. അവരോട് പറയാ, നിങ്ങൾ അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. എന്തിനാ നിങ്ങൾ ദൂരെ നിൽക്കുന്നത്? എന്തിനാ മാറി നിൽക്കുന്നത്? എന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്തിനാ മറഞ്ഞിരിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. ഈ ഓടിച്ചു പറയാം, അടുത്തു വരാൻ ഇവരെ ആഹ്വാനം കൊടുക്കുമ്പോൾ 1-2 കാര്യം പറഞ്ഞേച്ചാ ഇവരോട് പറഞ്ഞ അടുത്ത് വരാൻ. ധൈര്യത്തോടെ അടുത്ത് വാ. അത് പറയാൻ 3 കാരണം ചൂണ്ടിക്കാണിച്ചു. എടുത്ത് വായിപ്പിക്കുന്നില്ല, ആ ഭാഗ കണ്ണികയ്ക്കകത്തുണ്ട്. 3 കാര്യമായി ഈ കണ്ണികയ്ക്കകത്ത്. ഒന്ന്, അടുത്ത് വരാൻ ഇവർക്ക് ആഹ്വാനം കൊടുക്കുമ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ ധൈര്യത്തോടെ വരണം. കാരണം നിങ്ങൾ മടിക്കരുത്, അറച്ചു നിൽക്കരുത്. ഞാൻ ഇന്ന ജാതിയ, കഴിവില്ല, സാമർഥ്യമില്ല, വിദ്യാഭ്യാസമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, പണമില്ല, അതൊന്നും വിഷയമല്ല. നിങ്ങൾ അവിടെ നിൽക്കേണ്ട, അടുത്ത് വാ. അടുത്ത് വരാൻ പറയുമ്പോൾ ആഹ്വാനം കൊടുക്കും, ധൈര്യത്തോടെ വാ. കാരണം പറയാം, യേശു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്തു വാ. പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല ഇത്. ഇത് പണ്ടുണ്ടാക്കിയ വഴിയല്ല. ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക. ഈ വഴി എങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഇത് കാശ് കൊടുത്തത്, പണം കൊടുത്തുണ്ടാക്കിയ വഴിയല്ല. യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന് തിരശീല ചീന്തി ഒരുക്കൊരു പുത്തൻ വഴി. ആമേൻ. ഗതസമനെ വെച്ച് നമ്മുടെ കർത്താവിനെ പിടികൂടുകയാ. അന്ത്യത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാര് യേശുവിൻ കിദ്രോന്തോട് കിടന്ന് പ്രാർത്ഥിപ്പാൻ ഒലിവുമലയ്ക്ക് പോയി പതിവ് പോകുന്നത് പോലെ യേശു ഇവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവ പരീക്ഷയിൽ ഏർപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥി. അവരെ വിട്ടൊരു കല്ലോളം ദൂരത്ത് പോയി യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ പിതാവേ, പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണം, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ. പ്രാർത്ഥിച്ചു തീർന്നനന്തരം യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും മടിയും തീവട്ടിയും ബന്ധങ്ങളും ഒക്കെയായി ആ തോടുമെല്ലാം കൂടെ ചാടിക്കിടന്ന് കയറി കാട്ടിൽ കോട്ടത്തിലേക്ക് കയറി വന്ന് അവര് പരതി ഉന്നം വെച്ചവനെ നോക്കുക. നിങ്ങൾ ആരെ തിരിക്കുന്നു? അത് നസറേയനാകുന്ന യേശുവിനെ. അത് ഞാൻ തന്നെയാ. ഞാൻ ദൈവാലയത്തിൽ ദിവസേന കൊണ്ടായിരുന്നു. എന്നാ നിങ്ങൾ എന്നെ പിടിക്കാഞ്ഞത്? ടൈമായില്ല. ഇപ്പൊ ടൈമായെന്ന് എനിക്കറിയാം. എന്നെ പിടിച്ചു. അവരെ വിട്. യേശുവിനെ പിടിച്ചു കെട്ടി, കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കെട്ടും പോലെ പിടിച്ചു കെട്ടി അന്ന് രാത്രി അവൻ വിസ്തരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പൂവനത്തിൽ അധികാരം ചേർന്ന് പാട്. സ്വാഗിച്ചതിനാൽ അതിവ്യതയിൽ ആയിട്ടും താതനിത്ത നടപ്പതി അനുസരിച്ചു. താതനിത്ത നടപ്പതി അനുസരിച്ചു. ആവിലാത്തോ എന്നവനും ഇലമതിച്ചു പൂരിശിച്ചു. തലയിലുള്ള മുടിയും വെച്ച് പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ഓ യേശു പര ജീവനേ ജീവനറ്റ ഭാവികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യ
യേശുവിനെ പിടിച്ചു കെട്ടി. ഒരു കള്ളനെ കൊള്ളക്കാരനെ കൊണ്ടുപോയി അവൻ പല കോടതി മാറി യേശുവിനെ വിസ്തരിച്ചു. അന്നാസും കയ്യപ്പാവും പുരോഹിതന്മാരും ആമൻ സ്തോത്രം എന്ന് വേണ്ട സകല ആൾക്കാരും മാറി യേശുവിനെ വിസ്തരിച്ചു. പീലാത്തോസ് വിസ്തരിച്ചു, ഹെരോദാവ് വിസ്തരിച്ചു. ആമൻ ഹന്നാസും കയ്യപ്പാവും മാറി യേശുവിനെ വിസ്തരിച്ചു. ആമൻ അങ്ങനെ വിസ്തരിക്കപ്പെട്ട യേശുവിനെ ഒരു കൈ കെട്ടപ്പെട്ടവരായി കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ചാട്ടുമാറ് കൊണ്ട് ഘോരമായ പ്രകരം. കടോര കിടത്തി ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ യാതൊരു ദാക്ഷിണ്യം കൂടാതെ യേശുവിനെ പിടിച്ചു കെട്ടി അടിക്കുക. കുതിരകളുടെ തോല നാലായി കീറി അതിന്റെ അറ്റത്ത് ഈയക്കട്ടയും ഉൾക്കൊളത്തും എല്ലും കഷണം കൂടെ കൂട്ടിക്കെട്ടി കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് അവൻ അടിച്ച് ഈ ചാട്ട വലിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് പച്ചമാംസം പറഞ്ഞ് ഇരുന്ന് മാറുകയാ. അവൻ സാധാരണ പറയുന്നത് അപ്പുറം നിന്ന് പടയാളികൾ മാറി യേശുവിനെ അടിക്കുക. അവൻ ഈയക്കട്ടയും ഉൾക്കൊളത്തും കൂടെ ആ പച്ചമാംസത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇരുന്ന് അവിടുത്തെ തിരുശരീരത്തിൽ അവൻ പറഞ്ഞു മാറി. ഒരു പടയാളി അതെടുത്ത് കൽപാത്രത്തിരിക്കുന്ന വെള്ളത്തിൽ അവൻ ഒലയ്ക്കുന്നു. ഇവൻ ഒലയ്ക്കുന്ന മാത്രയിൽ അടുത്ത പടയാളി ചാട്ടവാറ് കൊണ്ട് അടിക്കുക. അങ്ങനെ അടിച്ച് അവൻ അവിടുത്തെ മുതുക് ഉടമയാല് പോലെ നീളത്ത് കീറി. എന്തിന്? ഞാനും നീയും രക്ഷപ്പെടാൻ, എന്തിന്? എനിക്ക് നിനക്ക് വീണ്ടെടുപ്പുണ്ടാകുവാൻ, എന്തിന്? ഞാനും നീയും അവൻ നീതീകരണം പ്രാപിക്കുവാൻ, എന്റെ നിന്റെ ഈ ശാപം മാറുവാൻ. കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്തെ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ അവിടുത്തെ മുതുക് സങ്കീർത്തനഗാനം പറയുക ഉടവയാല് പോലെ നീളത്തിൽ കീറി. അങ്ങനെ കീറിയ ഈ പുത്തൻ വഴി ഒരുക്കിയിരിക്കുന്നത് സ്നേഹിതാ, നീ അകന്നു നിൽക്കരുത്, മാറി നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. നിനക്ക് വേണ്ടിയായി വഴി തുറന്നിരിക്കുന്നത്, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി വഴി തുറന്നിരിക്കുന്നത്, നീ രക്ഷപ്പെടാനാ ഈ വഴി യേശു തുറന്നത്. ഇന്ന് രാത്രി വേറൊരു വഴിയില്ല, അവിടുന്ന് തന്നെയാണ് വഴിയും സത്യവും ജീവനും. അകന്നു നിൽക്കരുത്, അകച്ചു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. വിസ്തരിക്കുന്നതിലധികം രണ്ട് അവിടെ കാണിച്ചു കൊടുക്കുക. യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. നീ ധൈര്യത്തോടെ വാ. ഏത് പാപിയെയും നിർമ്മലീകരിക്കുന്ന ശുദ്ധീകരിക്കുന്ന രക്തമാ യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇത് നിർമ്മല രക്തമാ, പരിശുദ്ധ രക്തമാ, വിലയേറിയ രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഇത് ജയം തരുന്ന രക്തമാ, സൗഖ്യം തരുന്ന രക്തമാ, പാപമില്ലാത്ത രക്തമാ, ശാപമില്ലാത്ത രക്തമാ. അവിടുത്തെ രക്തം നിർമ്മല രക്തമാ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ഈ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കുമെന്ന്. നിന്റെ അകൃത്യം രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, എത്ര കടും ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ഈ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ധൈര്യത്തോടെ വാ. മൂന്ന്, എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇപ്പോഴും ഒരുവനുണ്ട്. ഇവിടെ നിന്റെ പക്ഷം പിടിച്ച് ആരും വാദിക്കാനില്ലെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവൻ ഒരുപക്ഷെ മാതാവോ പിതാവോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരാരും കാണുകയില്ല. ആരും നിന്റെ പക്ഷം പിടിക്കാനും പക്ഷം പിടിച്ച് വാദിക്കാൻ ഒരുത്തരും കണ്ടില്ലെങ്കിൽ നീ പതറണ്ട. ഇന്ന് രാത്രി ധൈര്യത്തോടെ വാ. നിനക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. അപ്പൊ മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാ വിളിക്കുന്നത് അടുത്തു വരാൻ. അടുത്തു വരുമ്പോൾ രണ്ടു വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. അത് വിസ്തരിക്കുന്നില്ല, ഓടിച്ചു പറയാം. ഒന്ന് ബാഹ്യ ശുദ്ധീകരണം, രണ്ട് ആന്തരിക ശുദ്ധീകരണം. എന്തുവാ ബാഹ്യ ശുദ്ധീകരണം? ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ആ ശുദ്ധവെള്ളം ദൈവത്തിന്റെ വചനം, മായമില്ലാത്ത മലിനമില്ലാത്ത കൂട്ടുചേർക്കാത്ത ആ വചനം കൊണ്ട് ശരീരം കഴുകണം. രണ്ട് ആന്തരിക ശുദ്ധീകരണം, അത് രക്തം തളിക്കണം, ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക. അങ്ങനെ ആ പദം, ഹൃദയങ്ങളിൽ തളിക്കണമെന്ന. അപ്പൊ ഹൃദയമകത്താ അത് തളിക്കണം. എന്ത്? യേശുവിന്റെ പരിശുദ്ധ രക്തം. എന്തിനാ? ഹൃദയത്തിനകത്തല്ലയോ സകല കുരുക്കും ഇരിക്കുന്നത്. തുച്ഛന്തയും പകയും പിണക്കവും ക്രോധവും കോപവും എല്ലാം അകത്ത്. അത് പരിശുദ്ധ രക്തം തളിച്ച് ശുദ്ധീകരിക്കണം. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണം, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ആ വെള്ളമെന്ന് വിവക്ഷിക്കുന്നത് നിർമ്മല വചനം, മായമില്ലാത്ത വചനം. നമ്മളൊരു പാട്ടിന്റെ വരി പാടുമല്ലോ, പോഷിപ്പിക്ക വചനമാ ക്ഷീരത്താലല്ലേ. അടുത്ത പദമാ നിർമ്മല തോയം. തോയം വെള്ളം, നിർമ്മല തോയം. വചനമെന്ന മായമില്ലാത്ത മായം ചേർക്കാത്ത ആ വചനം.
അതുകൊണ്ട് കഴുകണം. അവർ രണ്ട് വിധത്തിൽ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം, ബാഹ്യ ശുദ്ധീകരണം. ശുദ്ധീകരണത്തോട് അടുത്തു വാ. ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്നവരോട് പൗലോസ് 32 മുതലുള്ള വാക്യത്തിൽ 3 കാലങ്ങളെ പറ്റി പറയുക. ഇനി അത് ഓടിച്ചങ്ങ് പറഞ്ഞ് നിർത്താം. ദൈവത്തിന് മഹത്വം. 3 കാലം. ആ 32 മുതൽ 39 വരെയുള്ള തിരുവെടുത്തിൽ 3 കാലം. ആ 3 കാലം ഏതാ? ഇങ്ങനെ: 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. 3 കാലം ആ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ കാലം പൂർവ്വകാലം. അതാണ് 33. വായിച്ച ദൈവദാസനെ. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. പണ്ടത്തെ കാലം. ഇനി വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും വാക്യം വായിക്കുമ്പോൾ അറിയാം വർത്തമാനകാല വിഷയമാ. 35. വായിച്ചേ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. വർത്തമാനകാലമാ ഇത്. വർത്തമാനകാലമാ. ധൈര്യം ഒന്നും തള്ളിക്കളയരുത്. പേടിക്കരുത്, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. ധൈര്യം തള്ളിക്കളയരുത്. ഇനി ഭാവി കാലം 37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. 3 കാലം. പൂർവ്വകാലം, വർത്തമാനകാലം, ഭാവി കാലം. 3 കാലത്തെ കാര്യങ്ങളായി വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്തോ കാലമാ? എന്റെ പാസ്റ്ററെ കലികാലമാ. സ്തോത്രം. അവിടെ പോയിരുന്നു വരാവില്ല. ഞാൻ അങ്ങോട്ട് പറയാം. അവിടെ പോയി അവിടെ ചെന്നിരിക്കാൻ ഞാൻ പറഞ്ഞു. മാതാവിനെ പറ്റിയും പിതാവിനെ പറ്റിയൊക്കെയാ ഞാൻ പറയുന്നത്. അവിടെ ഇരിക്കേ. കൊച്ചിനെയും പറ്റിയും ഞാൻ പറയാം. ഞാൻ അങ്ങോട്ട് വരാം. അതവിടെ ഇരുന്നോട്ടെന്ന്. അവിടെ ഇരിക്കട്ടെ. പിന്നെ എല്ലാരും പറ്റി ഞാൻ പറഞ്ഞേച്ചേ പോവുള്ളൂ. പിന്നെ തള്ളയപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമൊരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ. ഉള്ളം ഉരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ. അപ്പൊ ശ്രദ്ധിക്കുക. 3 കാലം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഓടിച്ചവസാനിപ്പിക്കുക. എന്തുവാ പൂർവ്വകാലം? നിങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. എന്തുവാ പൂർവ്വകാലം? 32 കിടപ്പുണ്ട്. നിന്ന കഷ്ടത, ബുദ്ധിമുട്ട്, പീഡകൾ, ഇതായിരുന്നു പൂർവ്വകാലം. ആ പൂർവ്വകാലം ഇതെല്ലാം സഹിച്ചു നിങ്ങൾ നിന്നു. അത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം. പിതാക്കന്മാരും മാലാക്കന്മാർക്കും ഈ പ്രമാണത്തിന് വേണ്ടി സഹിച്ച വ്യതകളും പങ്കപ്പാടുകളും മറക്കരുത്. പൂർവ്വകാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അവര് വില കൊടുത്തായിരുന്നു നിന്നത്. പാട്ട കൊട്ടി കളിയാക്കി. അവൻ പന്തിയിൽ എഴുന്നേൽപ്പിച്ചു വിട്ടു, ആക്ഷേപിച്ചു, യാത്ര പോയപ്പോൾ പരിഹസിച്ചു, ചിലരെ ഉപദ്രവിച്ചു, ബൈബിളിൽ പറിച്ചു കീറി. ഇതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ ട്യൂബിലേക്ക് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇടിയും മേടിച്ച ധാരാളം വിശുദ്ധന്മാരുണ്ട്. തിരിച്ചടിച്ചില്ല. തിരിച്ചടിക്കുന്ന നമ്മുടെ മാർഗമല്ലല്ലോ. അടിക്കാൻ ആക്കമില്ലാഞ്ഞിട്ടാന്നോ? നിന്ന് കൊള്ളുകല്ലാതെ വേറെ മാർഗമില്ല. നമ്മുടെ മാർഗമല്ല. വാളെടുത്ത് ഒരൊറ്റ വെട്ട് പത്രോസ്. അപ്പോൾ വാളെടുത്ത് വെട്ടിയപ്പോൾ യേശു പറഞ്ഞു വാളുറയിലിടാൻ പറഞ്ഞു. നമ്മുടെ മാർഗം ഇതല്ല. വാളുറയില് വാളെടുക്കുന്നവൻ മാലാലേ. നമ്മുടെ മാർഗം ഇതല്ല. ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണിക്കാനാ പ്രമാണം പറഞ്ഞു കൊടുത്തത്. ദൈവത്തിന് മഹത്വം. അതാണ് നമ്മുടെ പ്രമാണം. അപ്പൊ അതുകൊണ്ട് ഈ പൂർവ്വകാലം എന്തെല്ലാം ആക്ഷേപം, എന്തെല്ലാം നിന്ന, ഇതൊക്കെ സഹിച്ച ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു. പെന്തിക്കോസ് പോയത് കൊണ്ട് വസ്തുവും ഓഹരിയൊന്നും കൊടുത്തില്ല. കൊടുക്കാതിരുന്നും വല്യപ്പന്റെ കൊങ്ങായിക്ക് പിടിച്ചു നാക്ക് വെളിയിൽ ചാടിച്ചില്ല. അല്ല, ചാടിച്ചവരും കാണും ചിലപ്പം. സ്തോത്രം. വെണ്ടറ കുഞ്ഞുഞ്ഞിനെ ഓടിച്ചുമില്ല. താനാന്നോടെ അളക്കാൻ വന്നെന്നും പറഞ്ഞു ഇല്ല. സന്തോഷത്തോടെ സഹിച്ചു. പക്ഷെ അവരാരും ദൈവം മറന്നില്ല. ദൈവം നമുക്കൊരു അവകാശം വെച്ചിട്ടുണ്ട്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനാട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ജങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ ഇരിക്കത്തിൽ. അപ്രകാരം പറയുക, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ, നിന്റെ ചെരുപ്പുമാറാകട്ടെ എനിക്ക് വേണ്ട. കാരണം ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. സങ്കീർത്തനക്കാരൻ പാടുക, അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരവകാശം തന്നുവിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, നിന്റെ പൂർവ്വകാലം മറക്കരുത്.
ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കണം. എന്തെല്ലാം കഷ്ടതയാണ്. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മശികായോടു വാഴും നാട്ടിൽ. ഓ കഷ്ടതയേറെ സഹിച്ചവരും ഓ കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മശികായോടു വാഴും നാട്ടിൽ. ഓ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമ കാന്തനെ കാണാം. അപ്പൊ ശ്രദ്ധിക്കുക, പൂർവ്വകാലം ഒന്നും മറക്കരുത്. നിങ്ങളുടെ പൂർവ്വകാലം മറക്കരുത്. നേരമില്ല. പൂർവ്വകാലം മറക്കരുത്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. 2 വർത്തമാനകാലം. എന്തുവാ വർത്തമാനകാലം? നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പേടിക്കുകയൊന്നും ചെയ്യരുത്. കൂടി വന്നാൽ കൊല്ലും, വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. പേടിക്കുകയൊന്നും ചെയ്യരുത്. സ്തോത്രം. അവിടെ നമ്മുടെ പ്രതിഫലം. ധൈര്യം തള്ളി. ഞാനൊരു കാര്യം പറയാം, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ദൈവമക്കളുടെ ധൈര്യം പോകരുത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. നമ്മുടെ ധൈര്യം പോകരുത്. ഇനി അടുത്ത ഭരണം വേറെ ആരെങ്കിലും കയറുന്നോ കയറുക എനിക്കറിയത്തില്ല. ആര് കയറിയാലും നമ്മുടെ ധൈര്യം ചോർന്നു പോകരുത്. സ്തോത്രം. പിടിയും സദസ്യം കയറുമോ എന്ന് എനിക്കറിയത്തില്ല. കയറുന്നെങ്കിൽ കയറട്ടെ, കയറുകയില്ല കയറേണ്ട. നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ വിഷയം സുവിശേഷമാണ്. ബഹുമാനപ്പെട്ട പിണറായി ഇനിയും ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. ആര് ഭരിച്ചാലും ദൈവമക്കളുടെ ധൈര്യം ചോർന്നു പോകരുത്. ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർകള് ഭരിക്കട്ടെ. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. ഇനി ഇതിനു ശേഷം അദ്ദേഹം മാറി വേറെ ആരെങ്കിലും കയറുന്നെങ്കിൽ കയറിക്കോട്ടെ. നമ്മുടെ ധൈര്യം ചോർന്നു പോകരുത്. സ്തോത്രം. ഇവിടെ കിടന്ന് അടിയും പിടി ഉണ്ടാക്കരുത്. ഇത് കലകത്തിന്റെ ക്രൂരബുദ്ധികള്. ഇത് ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിക്കണം. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, സേട്ടത പറഞ്ഞ് അടിയുണ്ടാക്കരുത്, ബഹളമുണ്ടാക്കരുത്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കരുത്. ഈ രാജ്യത്തെ തകർത്ത് കളയരുത്. ഇത് നാനാജാതി മനസ്ഥർ തിങ്ങിപ്പാർക്കുന്ന അവൻ സ്വന്തം മഹാരാജ്യമാണ്. ഈ രാജ്യത്തിൽ അവൻ ഏകോദര സഹോദരങ്ങളെ പോലെ മറ്റുള്ളവരെ ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച് പോകുവാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. സ്തോത്രം. ഈ വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, ജാതി പറഞ്ഞ്, ആക്യത്വം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുത്. ആരും ഉണ്ടാക്കരുത്. ഈ രാജ്യത്ത് സമാധാനം വേണം. ഈ രാജ്യത്ത് ശാന്തത വേണം. ഈ രാജ്യത്ത് സ്വസ്ഥത വേണം. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഒരുപോലെ അവൻ ജീവിക്കുവാനും ആരാധിക്കുവാനും ശുശ്രൂഷിപ്പാനും ജീവിതം കാഴ്ചവെക്കുവാൻ നല്ല അന്തരീക്ഷം വേണം. അതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആയുധം പ്രാർത്ഥനയാ. ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. കേരള ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രതിപക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ചത്. കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ ദൈവം നമ്മളെ ഏൽപ്പിച്ചത്. അടികൂടാനല്ല, വാക്കേറ്റം വാഗ്വാദം നടത്തി പോർവിളി നടത്താനല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചത്. ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. BJP ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും, ബജറംഗദൾ ഭരിച്ചാലും, മമത ഭരിച്ചാലും, മായാവതി ഭരിച്ചാലും, ആര് ഭരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. ഇസകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. സ്തോത്രം. നാസിസോ, ഫാസിസോ, എത്തിസോ, പാന്തിസോ, ലീഗലിസോ, കമ്മ്യൂണിസോ, മോഡേണിസോ ഒക്കെ ഉണ്ട്. വേട്ടമല പണ്ടൊരു പാട്ട് പാടി. നേരമില്ല, ഞാനങ്ങ് അടങ്ങുക. വേട്ടമല. ഇസങ്ങളി പാരില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. ഇപ്പൊ ഒത്തിരി ഇസങ്ങളുണ്ട്. ഓർപ്പിച്ചല്ലോ. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം, ഒത്തിരി ഇസങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മാറി ഒരു രാജാവ് ഭരിക്കും. റഷ്യാവിലെ ആ രാജാവ് ഭരിക്കുമ്പോ വേട്ടമല എഴുതി, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. ഇസങ്ങളി പാരില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ.
അന്ന് തൊഴിലാളി മുതലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് തൊഴിലാളി മുതലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ശാലേമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്ത് ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്ത് ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഒത്തിരി ഉണ്ട് പാടാൻ, അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. അവിടെ ഒരു ഉപദേശിയെ തല്ലി, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. ആ ഗ്രഹാം സ്റ്റേഷനും കുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ചു, ധൈര്യം ചോർന്നു പോകരുത്. ഇതൊക്കെ ഇതിനകത്തുള്ളതാ. സ്തോത്രം. പെന്തിക്കോസ് ബോൾ കയറി തല്ലി അടിച്ച് പൊടിച്ച് പാകണ്ട തല നെല്ലി പൊട്ടിച്ച് തള്ളയെടുത്ത് കാറ്റിലെറിഞ്ഞു. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. ബൈബിള് കത്തിച്ചു, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. സ്തോത്രം. പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ വരട്ടെ, വരുന്നില്ല വരണ്ട, ധൈര്യം ചോർന്നു പോകരുത്. നീ ധൈര്യത്തോടെ നിൽക്കണം. തന്റെ ഇടത്തോടെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് പൂർവ്വകാലം, രണ്ട് വർത്തമാനകാലം, മൂന്ന് ഭാവികാലം. ആ ഭാവികാലമാണ് 37-ാം വാക്യം വായിച്ച്. ഭാവികാലം 37-ാമത്തെ വാക്യം വായിച്ച്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ ഭാവികാലം. വരുവാൻ, ഇതല്ല വരുവാനുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ, അതൊക്കെ അത് വേറെ. ഇത് ഇങ്ങോട്ട് വരുവാനുള്ളവൻ വരുവാൻ വേറെ. ഇങ്ങോട്ട് നോക്കിയേ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വരുവാനുള്ളവൻ വരും. താമസിക്കുകയുമില്ല. അതല്ലെന്ന് വരുന്നത്, വേറെ ആള് വരുന്നേ. അപ്പൊ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ ഭാവി പ്രത്യാശ, ഭാവി കാലം. ആര് വരുന്നു? യേശു വരുന്നു. എന്തിനു വരുന്നു? തിരുസഭയെ ചേർക്കാൻ വരുന്നു. എപ്പോൾ വരുന്നു? അധികം താമസിക്കാതെ വരുന്നു. എങ്ങനെ വരുന്നു? പ്രധാന ദൂതനമായിട്ട് വരുന്നു. എവിടെ വരുന്നു? മധ്യാകാശത്തിൽ വരുന്നു. എന്തിനാ വരുന്നത്? കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. എന്നിട്ട് എന്തോ ചെയ്യും? അവരെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെന്നിട്ട് എന്തോ ചെയ്യും? ചെന്ന ഉടനെ ന്യായവിധി. ഞാനൊരു അമ്മയോട് ചോദിച്ചു, അമ്മയെ സ്വർഗത്തിൽ ചെന്നിട്ട് എന്നാ ചെയ്യും? ചെന്ന ഉടനെ ഒന്ന് ആത്മാവിലാകണം. ഞാൻ പറഞ്ഞു, തള്ള ഇവിടെ ഒന്നും തലവില്ലേ ആത്മാവിലാകാൻ. ഇനി അവർക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. ഇവിടെ ആത്മാവിലാകുമ്പോൾ തള്ളയിരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. ഇനി അവർക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. വേറെ ഒരു അവരോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചെന്ന ഉടനെ എന്നാ കല്യാണമാണ്. അവളെ പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ചെന്ന ഉടനെ ആരാധനയും കല്യാണമല്ല. സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവതിയാ. അപ്പൊ ഒരാൾ ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന്. എന്ത് കഷ്ടപ്പെട്ട് ഒരുങ്ങി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ന്യായവതിയാന്ന് പറഞ്ഞു, പിന്നെയും പ്രശ്നമാണോ എന്ന്. ഞാൻ പറഞ്ഞു, ആ കുട്ടി ന്യായവതി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, ന്യായമായ വിധിയാണ്. അപ്പൊ ചോദിച്ചു എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ബാബുക്കുട്ടി അവിടെ കൊണ്ട് നിർത്തും. നിർത്തി കഴിയുമ്പോൾ ബാബുക്കുട്ടി ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം വെളിപ്പെടുത്തും. രക്ഷിക്കപ്പെടുന്നത് വരെ ചെയ്തതെല്ലാം സമുദ്രത്തിന്റെ ആഴത്തിലിട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വാക്ക്, പ്രവൃത്തി, ചിന്ത, നിരൂപണ, ഇടപാടൊക്കെ ഉണ്ടല്ലോ അപാകത, അതെല്ലാം വെളിപ്പെടുത്തും. അതിന് തക്കവണ്ണം പ്രതിഫലം തരും. ന്യായം വിധിച്ചേച്ച് എല്ലാം വെളിപ്പെടുത്തും. അപ്പൊ എന്നോട് ചോദിച്ചു, എല്ലാം വെളിപ്പെടുവോ? ഞാൻ പറഞ്ഞു, എല്ലാം വെളിപ്പെടുത്തും. എല്ലാം, മുഴുവൻ കേസും. അയ്യോ, ഞാൻ പറഞ്ഞു വെളിപ്പെടുത്തും. അന്നേരം ബാബുട്ടി ചോദിച്ചു, ഞങ്ങളുടെ റോസമ്മ കാണുമോ എന്ന്. അതിന് വെളിപ്പെടുത്തുന്ന നല്ല വിഷയം, റോസമ്മ കാണുന്നതാ വിഷയം. ഞാൻ പറഞ്ഞില്ല, റോസമ്മയെ കാണിക്കുകയല്ല. സ്തോത്രം, എനിക്കതറിഞ്ഞാൽ മതി. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി. ആ ന്യായവിധി കഴിയുമ്പോൾ പ്രതിഫലം തരും. പ്രവർത്തിക്കെടുത്ത വിധി, പ്രതിഫലം. ആ പ്രതിഫലത്തിന്റെ കൂടെ ആ വിശേഷ വസ്ത്രമൊക്കെ തരുന്നത്. കല്യാണ വസ്ത്രം എന്നൊക്കെ പ്രയോഗമുണ്ട്. അതൊക്കെ ഒന്ന് ഉടുത്തേ നമ്മുടെ ഭാവി പ്രത്യാശയാ. ഭാവികാലം, ഒരു ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂങ്ങണമെന്നാ, അല്ലാതെ കണ്ണിറുക്കി അടച്ചിരിക്കാനല്ല. അത് പറഞ്ഞപ്പോ ഉടനെ കുറുക്കം നോക്കും പോലെ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകാൻ. അപ്പോൾ ന്യായവിധിയെല്ലാം കഴിഞ്ഞ് അവിടെ നിർത്തി പ്രതിഫലമെല്ലാം കൊണ്ട് തന്ന് ആ പ്രതിഫലത്തിന്റെ കൂടെ ആ വിശേഷ വസ്ത്രമൊക്കെ തരും. വിശേഷ വസ്ത്രം
നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണവും വന്നിരിക്കുന്നു, തന്റെ കാന്തയും. സങ്കീർത്തനക്കാരൻ പാടിയില്ലയോ, അന്തഃപുരത്തിലെ രാജകുമാരി. പിന്നെ പറമാത്തു സാറേ, പറയുന്നില്ലേ, പാട്. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തഃപുരത്തിലെ പ്രത്യാശ ആദ്യകാലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണ്ണ യാമവൾ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ്ണ യാമവൾ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. 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 അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്തോ. എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്തോ. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിച്ചിരുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ഗന്ധി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. 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 ദന്തി ദന്തം കൊണ്ടുള്ളതാം രാജധാനി. ഓ ദന്തി ദന്തം കൊണ്ടുള്ളതാം വരുന്നല്ലോ. കമ്പിവാദ്യങ്ങളിൽ നിസ്വനം സാർവമോദം വരുത്തുന്നല്ലോ. കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ. ഓ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. പാടാൻ നേരമില്ല, കരമുയർത്തുന്നു.
വിളിച്ച് ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂക്കണം. എന്താ ഭാവി കാലം? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അതാ നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രി പ്രത്യാശയോടെ കടന്നു പോകണം. യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ആമേൻ. തെസ്സലോനിക്കർ 4:16 നമുക്കറിയാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോട് ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ആര്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ആത്മജ്ഞാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും ഒന്നിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സങ്കീർത്തനക്കാരൻ പാടുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞുറപ്പെട്ട് വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ വരുന്ന ആ നല്ല സുദിനത്തിനായി നമ്മുടെ ഭാവി കാലത്തെ ഓർത്ത് ഇന്ന് രാത്രി പുഞ്ചിരി തൂകി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.